കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. കർത്താവ്, ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവെ നിന്റെ ചിറകിൻ്റെ കീഴിൽ സ്വരുക്കൂട്ടരെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവാണെന്ന് വലതുകരം നിന്റെ ശിരസ് വെക്കിടെ പ്രാർത്ഥിക്കുന്നു. അടുപ്പിട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അലട്ടുന്ന ഭാരങ്ങളും രോഗങ്ങളും യേശുവിന് നീങ്ങിപ്പോയിട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, നിന്റെ തിരുശിലുവായെ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുശിലുവായുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായകമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ. നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കാൻ അലച്ചത് കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശ് എടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അലച്ച കർത്താവെ, നീ തന്നെ കർത്താവെ, അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട്, ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അങ്ങനെയവർക്ക് എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവരെ സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരുത്തുകയും ചെയ്യട്ടെ. കർത്താവെ, മക്കളില്ലാത്തവർ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, കർത്താവ് പണത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ വിവാഹം താമസിച്ച് പോകുന്നവർക്ക് ഒന്നിൻ്റെ പേരിലെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്ത് വന്ന വ്യക്തിയാണെന്നുള്ള ഓർമ്മയിൽ ആ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തി ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഭവനരഹിതർ, വഴിയില്ലാത്തവർ, വെള്ളം കിട്ടാത്തവർ, അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഈ യാത്രയ്ക്ക് ഒരുപെടുന്ന നിൻ്റെ ഓരോ ജീവിത മാർഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, യാത്രയ്ക്ക് ഒരുപെടുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ, ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, കയറി ചെല്ലണമെന്ന് ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ, അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിന് നാം ആശ്രയിക്കപ്പെടട്ടെ. ഇന്ന് നിൻ്റെ മാർഗത്തിൽ ഉണ്ടാകുന്ന സർവ്വ തടസ്സങ്ങളും, ഇന്ന് നിൻ്റെ മാർഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു.